ആർത്തിരമ്പുന്ന തിരമാലകൾ മുറിച്ചു കടന്ന് പ്രകൃതിയോടും മനുഷ്യരോടും പടവെട്ടി അതിജീവനത്തിൻ്റേതും നിലനിൽപ്പിൻ്റേതുമായ പാരസ്പര്യങ്ങൾ വെച്ചൊഴിഞ്ഞ് മൺമറഞ്ഞുപോയ മനുഷ്യരുടെ ചരിത്രമാണിത്. മറ്റേതൊരു പ്രദേശത്തുമെന്നതുപോലെ തലശ്ശേരി പട്ടണത്തിലും വിദേശികൾ കാലുകുത്തിയത് ഈ സ്ഥലത്തെ അവരുടെ ഏറ്റവും ശക്തമായ കച്ചവട കേന്ദ്രമാക്കി തീർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു. തലശ്ശേരി കോട്ടയ്ക്ക് പിറകിൽ അറബിക്കടലിൻ്റെ തീരത്ത് 1869 സെൻറ് ജോൺസ് ആംഗ്ലിക്കൻ ചർച്ച് സ്ഥാപിക്കപ്പെടുന്നത്. മനോഹരമായ ആംഗ്ലിക്കൻ ഗോതിക് ശൈലിയിൽ പണികഴിപ്പിച്ച ഈ ഇംഗ്ലീഷ് ചർച്ച് ബ്രിട്ടീഷുകാരുടെ സംഭാവനയാണ്. അതിലെ വർണ്ണസ്ഫടിക ചിത്രവും ജനവാതിലുകളും സഞ്ചാരികളെ ഇന്നും ആകർഷിച്ചു പോരുന്നു. 1859 നേപ്പിയർ പ്രഭു തറക്കല്ലിട്ട ഈ പള്ളിയും അതിനോട് ചേർന്ന സെമിത്തേരിയും ഇന്ന് ടൂറിസം പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. കപ്പൽ ഛേദവും പ്രതികൂല കാലാവസ്ഥയും കഷ്ടപ്പാടുകളും അതിജീവിച്ച് തീരത്തടിഞ്ഞ പലരും പിന്നീട് മടങ്ങിപ്പോയിട്ടില്ല. ഈ മണ്ണിനോടും നാട്ടുകാരോടും സമരസപ്പെട്ട് ശേഷിക്കുന്ന കാലം അവർ ഇവിടെ ജീവിച്ചു മരിച്ചു. അങ്ങനെ മൺമറഞ്ഞുപോയ പ്രശസ്തരായ പല വിദേശികളെയും അടക്കം ചെയ്തിരിക്കുന്നത് തലശ്ശേരിയിലെ സെൻറ് ജോൺസ് ആംഗ്ലിക്കൻ ചർച്ച് സെമിത്തേരിയിലാണ്. ബ്രണ്ണൻ കോളേജ്, ബ്രണ്ണൻ സ്കൂൾ തുടങ്ങിയവയുടെ സ്ഥാപകൻ എഡ്വേർഡ് ബ്രണ്ണൻ, സബ് കളക്ടറായിരുന്ന TH ബേബറുടെ പത്നി ഹെലൻ സോമർവിൽ ബേബർ, സീനിയർ ജഡ്ജായിരുന്ന ജെയിംസ് സ്റ്റീവൻ, ഊട്ടി നഗരസ്ഥാപകൻ ജോൺ സള്ളിവൻ്റെ മകൻ അഗസ്റ്റസ് വില്യം സള്ളിവൻ, മേജർ ബ്രൗൺ, മർഡോക്ക് ബ്രൗൺ, ജോർജ് ബ്രൗൺ, മേരി ബ്രൗൺ, വില്യം ബ്രൗൺ ഈ സെമിത്തേരിയിൽ അടക്കം ചെയ്യപ്പെട്ട പ്രശസ്തരുടെ പട്ടിക നീളുന്നു. പള്ളിയുടെയും സെമിത്തേരിയുടെയും ഇന്നത്തെ സൂക്ഷിപ്പുകാരൻ സുനിൽ ജോൺ എന്ന സുനിയേട്ടനാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കല്ലറയ്ക്കുള്ളിൽ ഉറങ്ങുന്ന വിദേശീയരുടെ വിശേഷങ്ങൾ ഇനി സുനിയേട്ടൻ തന്നെ പറയട്ടെ. ആദ്യമായിട്ട് ഈ സെമിത്തേരിയിൽ അടക്കിയ ആദ്യത്തെ ശവകുടീരം ഇതാണ്. പിന്നെ ഇതൊരു ക്യാപ്റ്റൻ്റെ ശവകുടീരമാണ്. മോറിസ് ക്ലീറ്റസ് എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ്റെ ആണ്. 1730 അദ്ദേഹം ജനിക്കുന്നത്. മരിക്കുന്നത് 1768. ഏറ്റവും പ്രഗത്ഭരായ ഒരു വ്യക്തിൻ്റെ കല്ലറയിലേക്കാണ് കടന്നു ചെല്ലുന്നത്. മറ്റാരുമല്ല, എല്ലാവർക്കും സുപരിചിതനായ എഡ്വേർഡ് ബ്രണ്ണൻ എന്ന മഹാൻ്റെ കല്ലറയാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത്. അദ്ദേഹം 1823 ഡിസംബർ അവസാനം കപ്പലപ്പെട്ടിട്ട് നീന്തി ഇവിടെ തലശ്ശേരി എത്തപ്പെട്ടതാണ്. 1824 ജനുവരി മാസം മദ്രാസ് ഗവൺമെൻറ് എഡ്വേർഡ് ബ്രണ്ണന് തലശ്ശേരിയിൽ സ്ഥിരതാമസമാക്കാനുള്ള അനുമതി നൽകി. തുടർന്ന് അദ്ദേഹം തലശ്ശേരിയിൽ ജോലി ചെയ്യുകയും സമ്പാദ്യം മുഴുവൻ തൻ്റെ കാലശേഷം ബ്രണ്ണൻ കോളേജ്, ബ്രണ്ണൻ സ്കൂൾ, സെൻറ് ജോൺസ് ആംഗ്ലിക്കൻ ചർച്ച് തുടങ്ങിയവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കുകയും ചെയ്തു. മർഡോക്ക് ബ്രൗൺ എന്ന സാഹിബിൻ്റെ ആണ് അടുത്ത കല്ലറ. അദ്ദേഹം അഞ്ചരക്കണ്ടിയിലെ കറുപ്പത്തോട്ടത്തിൻ്റെ ഉടമയായിരുന്നു. ഇംഗ്ലണ്ടുകാരനാണ്. അദ്ദേഹം ആണ് കേരളത്തിൽ ആദ്യത്തെ രജിസ്റ്റർ ഓഫീസ് സ്ഥാപിച്ചത്. ഇന്നും അത് അഞ്ചരക്കണ്ടിയിലുണ്ട്. മർഡോക്ക് ബ്രൗണിൻ്റെ കറുപ്പത്തോട്ടത്തിൻ്റെ ഓണറുടെ മകളുടെ മകൻ, അദ്ദേഹത്തിൻ്റെ പേരും മർഡോക്ക് ബ്രൗൺ തന്നെയാണെന്ന് പറയപ്പെടുന്നു. തലശ്ശേരിയിൽ ആദ്യമായിട്ട് ക്രിസ്മസ് കേക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് 1883 അടുത്തതായി തികച്ചും വ്യത്യസ്തമായ ഒരു കല്ലറയാണ് കാണാൻ പോകുന്നത്. ഈ സിലിണ്ടർ ആകൃതിയിൽ കല്ലറ എവിടെയും ഇല്ലെന്ന് പറയപ്പെടുന്നു. ഇത് കോട്ടയിലെ സ്പ്രിംഗ് എന്ന ഉദ്യോഗസ്ഥൻ്റെ 10 മാസം പ്രായമുള്ള മകൻ്റെ കല്ലറയാണ്. 1821 ആ കുട്ടി മരിക്കുന്നത്. തോമസ് ആർവേ ബാബർ തലശ്ശേരിയിലെ ഡെപ്യൂട്ടി കളക്ടറായിരുന്നു. അദ്ദേഹമാണ് പഴശ്ശിരാജയെ വെടിവെച്ച് കൊന്ന കളക്ടർ. 1805
നവംബർ 30-നാണ് പഴശ്ശിരാജ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. വയനാട്ടിലെ പുൽപ്പള്ളിക്കടുത്തുള്ള മാവിലാതോടിന് സമീപത്ത് വെച്ചാണ് അദ്ദേഹത്തിന് വെടിയേൽക്കുന്നത്. മരണശേഷം പഴശ്ശിരാജയുടെ മൃതശരീരം തൻ്റെ പല്ലക്കിലാണ് ബേബർ മാനന്തവാടിയിൽ എത്തിച്ചത്. അടുത്ത കല്ലറ തോമസ് ആർ വെ ബാബറിൻ്റെ ഭാര്യയുടെ എലൻ സോമവെല്ലെ ബാബർ, അവരുടെ ശവകുടീരമാണ് ഈ കാണുന്നത്. 1840-ലാണ് 60-ാം വയസ്സിലാണ് മരണപ്പെട്ടത്. ജെയിംസ് സ്റ്റീവൻ എന്ന് പറഞ്ഞ തലശ്ശേരിയിലെ ജഡ്ജിൻ്റെ കല്ലറയാണ് ഇപ്പോൾ കാണുന്നത്. 1801-ലാണ് ഇദ്ദേഹം തോമസ് ആർ വെ ബാബർ എന്ന കലക്ടർക്ക് പഴശ്ശിരാജയെ വെടിവെക്കാനുള്ള ഉത്തരവ് ഇട്ടതെന്ന് പറയപ്പെടുന്നു. ഇദ്ദേഹം 1827 58-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. കല്ലറകളിൽ പലതും കാലപ്പഴക്കത്താൽ ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. പിരമിഡ്, സിലിണ്ടർ പോലെയുള്ള വിചിത്ര ആകൃതികളിലുള്ള കല്ലറകൾ കൂട്ടത്തിലുണ്ട്. പൗരാണികമായ ഗന്ധങ്ങൾ ചൂഴ്ന്നു നിൽക്കുന്ന തലശ്ശേരി സെൻറ് ജോൺസ് ആംഗ്ലിക്കൻ ചർച്ച് സെമിത്തേരിയുടെ ഈ കാവൽക്കാരൻ കാലപ്പഴക്കങ്ങളുടെ കെട്ടഴിക്കുന്നത് എത്ര അനായാസമായാണ്. ഒരാൾ ജനിച്ചതും മരിച്ചതും മാത്രമല്ല, അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങളൊക്കെയും സുനിയേട്ടന് കാണാപ്പാഠം. ഈ കല്ലറയാണ് ഈ സെമിത്തേരിയിൽ അവസാനമായി വെച്ച വിദേശിയുടെ കല്ലറ. റേഡിയോ ഓപ്പറേറ്ററായിരുന്നു. എംറി സി സ്റ്റഡിൽ എന്ന പേര്. കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടവരുടെ 3-ാം തലമുറയിൽപ്പെട്ടതും 4-ാം തലമുറയിൽപ്പെട്ടതുമായ പിന്മുറക്കാർ ഇന്ത്യാ സന്ദർശന വേളയിൽ മറക്കാതെ ഈ സെമിത്തേരിയിൽ എത്താറുണ്ട്. കടൽച്ചൊരുക്കും ഉപ്പുകാറ്റും നീർച്ചുഴികളും അതിജീവിച്ച് ഇവിടെ എത്തി ചരിത്രം സൃഷ്ടിച്ച് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞവരുടെ ശവക്കല്ലറകളിലൂടെ നൂറ്റാണ്ടുകൾ പഴകിയ കടൽക്കാറ്റ് അടിച്ചു കയറുന്നുണ്ട്. പഴയതൊക്കെയും കടലിൽ കളഞ്ഞ് പുറംതിരിഞ്ഞു നടക്കുന്ന നമുക്കും അലചിതറുന്ന അറബിക്കടലിനും മധ്യേ ആ കല്ലറകൾ നിശബ്ദം ഇന്നും നിലകൊള്ളുന്നു.